നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ആഘോഷമാക്കാൻ പാരഡി ഗാനം തയ്യാറാക്കി മുന്നണികൾ. ഹിറ്റ് ഗാനങ്ങളുടെ താളത്തിൽ ആക്ഷേപഹാസ്യം പൊതിഞ്ഞാണ് പാരഡികൾ ഒരുക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വനവാസവും സ്വർണ്ണക്കൊള്ളയും ഒക്കെ പാരഡി ഗാനത്തിന്റെ വരികളിൽ ഇടം പിടിച്ചു. മെയ് 4-ന് ജനവിധി അറിയാം. തുടർ ഭരണമോ ഭരണമാറ്റമോ? രാഷ്ട്രീയ പോര് കൊടുമ്പിരി കൊള്ളുമ്പോൾ വിജയാഘോഷം ആവേശകരമാക്കാനുള്ള കാത്തിരിപ്പിലാണ് മുന്നണികൾ. അണികളിൽ ആവേശം നിറയ്ക്കാൻ എതിരാളികളെ നിലംപരിശാക്കുന്ന വരികളുമായി പാരഡി ഗാനങ്ങളും തയ്യാർ. UDF തോറ്റാൽ പ്രതിപക്ഷ നേതാവിന്റെ വനവാസവും വയനാട് ഫണ്ടും ശബരിമല പാരഡിയും നിറഞ്ഞ ട്രോളുകളാണ് കാത്തിരിക്കുന്നത്. വനവാസത്തിന് പോകുവാനായി ഒരുങ്ങി നിന്നോ വീടി മൂന്നാം വട്ടം തുടർ ഭരണം ഇടത് മുന്നണി നേടി 100 സീറ്റ് നേടുമെന്ന വീമ്പ് പഴയി പോയി ജനവിധി കണ്ട് UDF തലയിൽ മുണ്ടിട്ടോടി. ജനവിധി തിരിച്ചടിയായാൽ LDF-നെ കാത്തിരിക്കുന്നത് പിണറായി വിജയന്റെ കടക്കുപുറത്ത് പരാമർശവും സ്വർണ്ണക്കൊള്ളയും ആക്ഷേപഹാസ്യം ചാലിച്ച പാരഡി ഗാനങ്ങളാണ്. ബംഗാളും ത്രിപുരയും പോയി, ഇന്നിപ്പോതെ കേരളവും പോയി എന്നിങ്ങനെ വരികൾ നീളുന്നു. കടക്ക് പുറത്ത് എന്ന് ഇടി വെട്ടി പറഞ്ഞോനെ പീരടിക്ക് പിടിച്ചിറക്കി. ജനമോ സഹികെട്ട് ഗതികെട്ട പിണറായി ഭരണത്തെ ഇക്കുറിയോ തീർപ്പാക്കി. ക്യാപ്റ്റന്റെ PR തള്ളും പാഴാക്കി. കൊച്ചിയിൽ ഇരു മുന്നണികൾക്കായും പാട്ടുകൾ തയ്യാറാക്കിയത് കാക്കനാട് സ്വദേശി അബ്ദുൽ ഖാദറും സംഘവുമാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിട്ട് ഇലക്ഷൻ പ്രചരണ ഗാനങ്ങളും അതുപോലെ വിജയാഹ്ലാദ ഗാനങ്ങളും ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് പാരഡി ഗാന രംഗത്ത് സജീവമായിട്ടുണ്ട്. ഇതിൽ പറയുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കേരളത്തിലുള്ള സമകാലിക വിഷയങ്ങൾ, തോക്കാനുണ്ടായ സാഹചര്യം LDF-നും അല്ലെങ്കിൽ UDF തോൽക്കാനുണ്ടായ സാഹചര്യം UDF-നും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പാട്ടിൻ്റെ വരികളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു കളിയാക്കൽ ലൈനിലാണ്. കാരണം എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യത്തിലൂടെയാണ് ഈ പാട്ടുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജയിച്ചാലും തോറ്റാലും രണ്ട് മുന്നണികളെയും കാത്തിരിക്കുന്നത് നല്ല തകർപ്പൻ പാരഡി ഗാനങ്ങളാണ്. സ്ഥാനാർത്ഥികൾക്കായുള്ള വിജയാഘോഷ ഗാനങ്ങളും തയ്യാറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ആവേശത്തിലാഴ്ത്താനുള്ള പാരഡി സോങ്ങിന്റെ പണിപ്പുരയിലാണ് ലോഞ്ച്. മുന്നണികളെല്ലാം അവർക്ക് വേണ്ട പാരഡികളുമായി തയ്യാറാണ്. ഇനി ഫലപ്രഖ്യാപനം വന്നാൽ മതി. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജിബിനൊപ്പം ജോയിമോൻ ജോസ്, ന്യൂസ് മലയാളം.